നമസ്കാരം. ഞാൻ ആലിസ് മാത്യു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ലോകത്തിലേക്കും വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുള്ളായ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? ഞാൻ കുറേ പേരോടൊക്കെ ചോദിച്ചപ്പോഴും എന്നോട് തന്നെ ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന സ്ഥലം ഏതാണെന്നറിയാമോ? സ്വിറ്റ്സർലൻഡ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? ലോകത്തിൽ വളരെ സുന്ദരമായ ഒരുപാട് രാജ്യങ്ങളുണ്ടെങ്കിലും നമ്മൾ ആദ്യം പറയുന്നത് സ്വിറ്റ്സർലൻഡ് എന്നാണല്ലേ. കാശ്മീരിൽ ചെന്നാൽ അവിടുത്തെ മലയോരങ്ങളും പർവ്വതനിരകളും ഇളം പച്ച നിറത്തിലുള്ള നദിയും ഒക്കെ കാണുമ്പോൾ എല്ലാവരും പറയും, അയ്യോ ഇത് ഇന്ത്യയിലെ സ്വിറ്റ്സർലൻഡ് ആണെന്ന്. അല്ലെങ്കിൽ നമ്മൾ വയനാട്ടിൽ ചെന്നാൽ അവിടുത്തെ മലയോരങ്ങളും അവിടുത്തെ പ്രകൃതി ഭംഗി എല്ലാം കാണുമ്പോൾ പറയും, അയ്യോ ഇത് കേരളത്തിൻ്റെ സ്വിറ്റ്സർലൻഡ് ആണെന്ന്. അങ്ങനെ നമ്മൾ കുറേ പ്രകൃതി ഭംഗികൾ ഇതുപോലെ കണ്ടു കഴിയുമ്പോൾ എല്ലാവരും താരതമ്യപ്പെടുത്തുന്ന ഒരു സ്ഥലമാണ് സ്വിറ്റ്സർലൻഡ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള രാജ്യം ഒന്ന് കാണണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊന്ന് സ്വിറ്റ്സർലൻഡിന് പോയി. എൻ്റെ പൊന്നേ, ഒരു അതിശയോക്തിയുമില്ല. റിയലി ഹെവൻ ഓൺ എർത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വിറ്റ്സർലൻഡ് തന്നെ. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഒരു സ്വർഗീയ അനുഭൂതി തന്നെയാണ് ലഭിക്കുക. ശരിക്കും സ്റ്റണ്ണിങ് സീനറി. അപ്പോഴത്തെ ഈ കാണുന്നത് സ്വിറ്റ്സർലൻഡിലോട്ട് പോകുന്ന വഴിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ, ആ നീല നദിയും അതിൻ്റെ പുറകിലുള്ള ബാക്ക്ഡ്രോപ്പായിട്ട് വരുന്ന ആ പർവ്വത നിരകളും അല്ലെങ്കിൽ ബ്ലാക്ക് ഫോറസ്റ്റും എല്ലാം കൂടി എന്തോ ഒരു ഭംഗിയാണെന്ന്. ശരിക്കും സ്റ്റണ്ണിങ്. ഒരിടത്ത് നിന്ന് നമ്മളെ എങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞാലും സ്റ്റണ്ണിങ് സീനറിയാണ് നമ്മൾക്ക് ചുറ്റും. മരതക പച്ച വിരിച്ച താഴ്വരകളും അതുപോലെ നോക്കത്താത്തടത്തോളവും പൊക്കമുള്ള പർവ്വത നിരകളും. ഈ പർവ്വതങ്ങളെല്ലാം ആൽപ്സ് മരങ്ങൾ കൊണ്ട് തിങ്ങി നിൽക്കുന്ന ഫോറസ്റ്റുകളാണ്. അപ്പോൾ ഈ മലകൾക്ക് ഭംഗിയേറും. കൂടാതെ ഗോപുരങ്ങൾ പോലെ ഉയർന്നു നിൽക്കുന്ന ക്ലിഫുകളും എമറാൾഡ് നിറത്തിൽ ശാന്തമായി ഒഴുകുന്ന നദികളും അങ്ങനെ ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളും കൂടാതെ കുക്കൂ ക്ലോക്ക് നിരത്തി വച്ചതുപോലെയുള്ള വീടുകളുമൊക്കെ കാണാൻ എന്തോ ഒരു ഭംഗിയാണെന്നോ. ഇവിടുത്തെ ലേക്കിലോട്ട് നോക്കിയെന്നാൽ ബ്രെത്ത് ടേക്കിംഗ് വ്യൂസ് ആണ് കിട്ടുന്നത്. സ്വിറ്റ്സർലൻഡിലെ ലുസേൺ എന്ന സിറ്റി ഒന്ന് കാണേണ്ടത് തന്നെയാണ്. മിഡീവൽ ടൈമിലെ ആർക്കിടെക്ചർ ഇപ്പോഴും അവർ പ്രിസർവ് ചെയ്തിരിക്കുന്നതെന്നാണ് ഒരു അതിശയം. നല്ല ഭംഗിയല്ലേ കാണാൻ. റൂസ് റിവറിൻ്റെ തീരത്താണ് ലുസേൺ സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കസീനോ ക്രുസാൾ എന്ന ബിൽഡിംഗ് 1882 പണി കഴിപ്പിച്ചതാണ്. ഇത് ബറോക്ക് സ്റ്റൈലിൽ ഉണ്ടാക്കിയ ഒരു പാലസാണ്. പണ്ടൊക്കെ ആളുകൾ എൻ്റർടൈൻമെൻറ്റ്സിനും സോഷ്യൽ ഗ്യാതറിങ്സിനും എല്ലാം വന്നിരുന്ന സ്ഥലമാണ്. ഇന്ന് ഇതൊരു കസിനോയും റെസ്റ്റോറൻറ്റുമായി പ്രവർത്തിക്കുന്നു. ഇതിൻ്റെ ആർക്കിടെക്ചർ വളരെ ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഇതിന് മുമ്പിലുള്ള വർണ്ണശബളമായ പൂന്തോട്ടവും ഫൗണ്ടനും ലോണും അതുപോലെ തണൽ നൽകുന്ന ഈ കൂറ്റൻ വൃക്ഷങ്ങളും അങ്ങ് ദൂരെ കാണുന്ന ആൽപ്സ് മലനിരകളും ഒക്കെ കൂടി കാണാൻ എന്തോ ഒരു രസമാണല്ലേ. വാ, സോ ബ്യൂട്ടിഫുൾ. പിന്നെ ദേ ഇത് കണ്ടോ, ഒരു സ്റ്റാച്യു. ഇത് ആരുടെ സ്റ്റാച്യു ആണെന്നൊന്ന് പറയാമോ? ഇത് യാഷ് ചോപ്ര എന്ന ഇന്ത്യൻ ഫിലിം മേക്കറിൻ്റെതാണ്. യാഷ് ചോപ്ര തൻ്റെ ഹിന്ദി മൂവീസിലൂടെ സ്വിറ്റ്സർലൻഡ് ടൂറിസത്തിനെ ഒരുപാട് സ്വാധീനിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടാണ് അദ്ദേഹത്തിന് ഈ പ്രതിമ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2016 ഈ പ്രതിമ സ്ഥാപിച്ചത്. വാവ്. ദിൽവാലെ ദുൽഹനെ ലേ ജായേഗ എന്ന ഹിന്ദി മൂവിയുടെ ഒട്ടുമുക്കാലും ഭാഗങ്ങളും സ്വിറ്റ്സർലൻഡിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ആ സിനിമ കാണാത്തവരാരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ലേ. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു മൂവിയാണ്. വാവ്, ഇൻക്രെഡിബിൾ തന്നെ. ഏതാണേലും എനിക്കും യാഷ് ചോപ്രയുടെ കൂടെ നിന്നൊരു ഫോട്ടോ എടുക്കാനായിട്ട് സാധിച്ചെന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒന്നാണ്. ഈ കാണുന്നതാണ് ആറാർ റിവർ. എൻ്റെ പൊന്നെ, നിങ്ങൾ തന്നെ ഒന്ന് നോക്കിക്കേ. എമറാൾഡ് ലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ് എമറാൾഡ് ലേക്ക്. അതിൻ്റെ തീരത്തുള്ള തിക്കായ ഫോറസ്റ്റൊക്കെ എന്തോ ഒരു ഭംഗിയാണെന്ന്. ഈ റിവറിന് ഒരറ്റത്തൂടെ അങ്ങനെ നടന്ന് പോയെന്നാലൊന്നും കൊതി തീരത്തില്ലെന്നുള്ളതാണ് സത്യം. സ്വിറ്റ്സർലൻഡ് ഒരു റിച്ചസ്റ്റ് കൺട്രി ആയിട്ടാണ് അറിയപ്പെടുന്നത്. സ്വിസ് വാച്ചുകളും സ്വിസ് ചോക്ലേറ്റും സ്വിസ് ബാങ്കിങ്ങും ഒക്കെ ലോകപ്രസിദ്ധമാണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സ്വിസ് ബാങ്കിൽ അക്കൗണ്ടും കാണും. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് സ്വിസ് ബാങ്ക്. അറ്റ്ലീസ്റ്റ് ഈ ബാങ്ക് ഒന്ന് കാണാൻ സാധിച്ചതിൽ തന്നെ സന്തോഷം. അങ്ങനെ സ്വിറ്റ്സർലൻഡിൻ്റെ പല ഭാഗങ്ങളിലെയും കാഴ്ചകൾ ശരിക്കും ജോ ഡ്രോപ്പിംഗ് ആണ്. എന്തോ ഒരു രസമാണെന്നറിയാമോ. ശരിക്കും ഈ കാണുന്നത് സ്വിറ്റ്സർലൻഡിലോട്ട് വരുന്ന വഴിക്കുള്ള ഒരു ലേക്കൊക്കെയാണ്. പർവ്വത നിരകളും ലേക്കുകളും വീടുകളും ഒക്കെ കാണുന്നതാണ്. വാവ്. ഏതാണെങ്കിലും ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിപ്പോയി. ഇത് സ്വിറ്റ്സർലൻഡിലെ ചെറിയൊരു ഭാഗത്തിൻ്റെ വീഡിയോ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. പറഞ്ഞാലും ഇതൊന്നും തീരത്തില്ല. പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ആ സ്വിറ്റ്സർലൻഡിൻ്റെ ഭംഗി ഒന്ന് കാണിക്കുവാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അപ്പം നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതട്ടെ.
സാധിച്ചാവുന്ന സ്വിറ്റ്സർലൻഡിന് പോകണം കേട്ടോ.